ഹേ എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ 2025 നമ്മൾ കടന്നിരിക്കുകയാണ്. പുതിയൊരു വർഷം, പുതിയ പ്രോജക്ട്സ്, പുതിയ സൂപ്പർ ഹീറോ പടങ്ങൾ, പുതിയ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ്, വില്ലന്മാർ, പോപ്പ് കൾച്ചർ ഇങ്ങനെ നിറഞ്ഞുകയാണ് വീണ്ടും ഈ ഒരു വർഷം. ഇപ്പോൾ നമ്മൾ 2025 ഇറങ്ങാൻ പോകുന്ന സൂപ്പർ ഹീറോ അല്ലെങ്കിൽ കോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ടിവി ഷോസുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ പടങ്ങളെ പറ്റിയിട്ടും സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് വീഡിയോയുടെ അവസാനം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോയുടെ മുകളിലുള്ള കാർഡിലും അതിൻ്റെ ലിങ്ക് വരുന്നതായിരിക്കും. നിങ്ങൾ അത് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പോയി വാച്ച് ചെയ്യുക. അതായത് അടുത്ത കൊല്ലം ഇറങ്ങാൻ പോകുന്ന സൂപ്പർ ഹീറോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സിനെ പറ്റിയിട്ടാണ്. ആൻഡ് ഓൾസോ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾക്കുള്ള ആ ഒരു ഇൻസ്പിറേഷൻ വീഡിയോസ് കൂടുതൽ ചെയ്യാനായിട്ട്. എന്തായാലും ഈ ഒരു വർഷം ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് നമുക്ക്. അതായത് സൂപ്പർ ഹീറോ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ പോപ്പ് കൾച്ചറിൽ പറയാനുള്ള സംസാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ കൊല്ലം ഇറങ്ങാൻ പോകുന്ന ബ്ലോക്ക് ബസ്റ്റർ പടങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ സൂപ്പർ ഹീറോ പടങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ വലിയ സംഭവം ആയിട്ടുള്ള കുറേ മൂവീസ്, കുറേ സീക്വൽ ആയിട്ടുള്ള പടങ്ങളും അതുപോലെ തന്നെ സ്പിൻ ഓഫ് പടങ്ങളും അങ്ങനെ നിരവധി പ്രൊജക്ട്സ് ആണ് ഇക്കൊല്ലം ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ആക്ച്വലി പാർട്ട് 1 ആണ്. കാരണം ഇഷ്ടം പോലെ ബ്ലോക്ക് ബസ്റ്റർ പടങ്ങളാണ് 2025 ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 1 ആണ് ഈ ഒരു വീഡിയോ. എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും പെട്ടെന്ന് തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എന്താ പറയുക, പാക്ക്ഡ് ആണ് ഈ ഒരു കൊല്ലം 2025. എന്തായാലും നമുക്ക് ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ പടങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ മൂവിയാണ് വുൾഫ് മാൻ. 1941 ഇറങ്ങിയിട്ടുള്ള ദ വുൾഫ് മാൻ എന്ന പടത്തിൻ്റെ റീമേക്കാണ് ഈ ഒരു പടം. ഈ ഒരു പടത്തിൻ്റെ കഥേനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലേക്കും കുടുംബവും കൂടി അവരുടെ ആൻസസ്റ്റർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്. പക്ഷെ അത് വരുന്നത് ഒരു ഫുൾ മൂൺ ആയിട്ടുള്ള ഒരു നൈറ്റിലാണ്. ഫുൾ മൂൺ ആയിട്ടുള്ള ഒരു നൈറ്റിലാണ് വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് ബ്ലേക്കിനെ ഒരു വെയർവൂൾഫ് അറ്റാക്ക് ചെയ്യുകയും തൻ്റെ കൈ നഖം കൊണ്ട് മുറിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇത് കാരണം ബ്ലേക്ക് ട്രാൻസ്ഫോം ആവാൻ തുടങ്ങുകയാണ് ആ ഒരു വെയർവൂൾഫിൻ്റെ ഇതിലേക്ക്. അങ്ങനെ തൻ്റെ കുടുംബം ഡേഞ്ചറിലാവുന്നു. ഈ ഒരു മൂവി റിലീസ് ആവുന്നത് ഈ മാസം ജാനുവരി 17, 2025 ആണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മൂവിയാണ് സ്നോ വൈറ്റ്. നമ്മുടെ പഴയകാല ആനിമേറ്റഡ് പടമായിട്ടുള്ള സ്നോ വൈറ്റ് ആൻഡ് ദ 7 ഡോഗ്സ്. ഇതൊരു ഫേമസ് സ്റ്റോറിയും കൂടിയാണ്. ആൻഡ് ഈ ഒരു സംഭവത്തിൻ്റെ ലൈവ് ആക്ഷനാണ് വരുന്നത്. ഇതിൻ്റെ കഥേനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് സ്നോ വൈറ്റ് തൻ്റെ സ്റ്റെപ്പ് മദറിൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത്, ഒരു ക്വീനായിട്ട്. ഈ ഒരു ക്വീൻ തന്നെ കൊല്ലാൻ നോക്കുന്നതാണ് ഒരു പോയ്സൺ ആയിട്ടുള്ള ഒരു ആപ്പിൾ കൊടുത്തിട്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു ക്യാരക്ടർ കുറേ ഡോഗ്സ് ആയിട്ട്, കുറേ കുള്ളന്മാരായിട്ട് താമസിക്കുന്നതാണ്. ഈ മൂവിയിൽ അഭിനയിക്കുന്നത് സ്നോ വൈറ്റ് ആയിട്ട് റേച്ചൽ റെഗ്ലറാണ്. ഈവിൽ ക്വീൻ ആയിട്ട് അഭിനയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ്. വണ്ടർ വുമൺ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഗാൽ ഗഡോട്ട്. ഈ മൂവിയുടെ ഒരു റിലീസ് ഡേറ്റ് മാർച്ച് 21. അടുത്ത മൂവിയാണ് മൈൻക്രാഫ്റ്റ്. ഈ ഒരു പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു ഫേമസ് ആയിട്ടുള്ള മൈൻക്രാഫ്റ്റ് ഗെയിമിനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതേ പേരിലുള്ള ഗെയിം തന്നെയാണ്. ഇതിൽ അഭിനയിക്കുന്നത് ജാക്ക് ബ്ലാക്കും പിന്നെ ജേസൺ മൊമോവയാണ്. ജേസൺ മൊമോവ നമുക്ക് അക്വാമാനായിട്ട് അറിയുന്ന ആ ഒരു ആക്ടറാണ്. ഇതിൽ ഒരു 4 ആൾക്കാർ ഒരു പോർട്ടലിൽ കൂടെ ഒരു വിയേർഡ് ആയിട്ടുള്ള മൊത്തം ക്യൂബിൻ്റെ പോലത്തെ ഒരു ലാൻഡിലേക്ക് പോകുന്നതാണ്. അവിടെ വെച്ച് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. അതായത് ഓരോ അവരുടെ ഇമാജിനേഷൻ വെച്ചിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്ഥലത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നതാണ്. തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 3, 2025 ആണ്. അടുത്ത മൂവിയാണ് മിക്കി 17. റോബർട്ട് പാറ്റിൻസൺ. നമുക്ക് നമ്മുടെ ബാറ്റ്മാൻ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ടറും അതുപോലെ തന്നെ പല വലിയ വലിയ പ്രൊജക്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ആക്ടറാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഇതിലൊരു ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു എംപ്ലോയി ആയിട്ടുള്ള മിക്കി എന്നൊരു കഥാപാത്രമായിട്ടാണ്. അതായത് ഇതിൽ ഒരു മിക്കി മരിക്കുകയാണെങ്കിൽ വേറൊരു മിക്കി റീപ്ലേസ് ആയിട്ട് വരും. അതായത് വേറൊരു മിക്കിനെ അവർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ മിക്കി 17 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ സർവൈവ് ചെയ്യുകയാണ്. അതും മറ്റുള്ള മിക്കീസിനെ ഡീൽ ചെയ്യേണ്ടിയും വരുന്നു.
ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബോങ് ജോൺ ഹൂ ആണ്. ഈ ഒരു ഡയറക്ടർ ഭയങ്കര ഫേമസ് ആണ്. ഇദ്ദേഹത്തിന്റെ പ്രൊജക്ട്സ് ഒന്ന് പാരസൈറ്റ് ആണ്. പല അവാർഡ്സ് നേടിയിട്ടുള്ള ഒരു മൂവിയാണ്. അതുപോലെ തന്നെ സ്നോപിയേഴ്സ്. ഈ ഒരു മൂവിയുടെ റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മാർച്ച് 7, 2025 ആണ്. അടുത്ത പ്രൊജക്റ്റ് ഫേമസ് ആണ് ഇക്കൊല്ലത്തെ. അതായത് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ്. ഇത് ആ ഒരു ഡെഡ് റെക്കണിങ്ങിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സീക്വൽ ആണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആ ഒരു ഫ്രാഞ്ചൈസിയിലത്തെ 8ാമത്തെ പടവും കൂടിയാണ്. ഓഫ് കോഴ്സ് ടോം ക്രൂയിസ് ആണ് ഇതിൽ ഈത്തൻ ഹണ്ട് ആയിട്ട് അഭിനയിക്കുന്നത്. ആൻഡ് ഇത് ഡയറക്ട്ലി അതായത് ആ ഡെഡ് റെക്കണിങ്ങിന്റെ അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ അഭിനയിക്കുന്ന മറ്റു ആക്ടേഴ്സ് ആണ്. ഒന്ന് ഹെയ്ലി ആറ്റ്വെൽ ഉണ്ട്, പിന്നെ വിങ് റെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ പോം ക്ലെമന്റീഫ്, സൈമൺ പെഗ് ഇവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും ആക്ഷൻ നിറഞ്ഞിട്ടുള്ള ഒരു ത്രില്ലർ സാധനമായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്തോ. ടോം ക്രൂസ് കുറെ അമേസിംഗ് ആയിട്ടുള്ള സ്റ്റൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട്. മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ്ങിന്റെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മെയ് 23, 2025 ആണ്. അടുത്ത മൂവിയാണ് കരാട്ടെ ലെജൻഡ്സ്. ഇത് ആ ഒരു കരാട്ടെ കിഡിന്റെ ആ ഒരു സീരീസിന്റെ 2 ജനറേഷൻസിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു മൂവിയാണ്. അതായത് ഈ ഒരു പടത്തില് ആ ഒരു ഒറിജിനൽ കരാട്ടെ കിഡായിട്ട് അഭിനയിച്ചിട്ടുള്ള റാൽഫ് മാച്ചിയോ എന്ന് പറഞ്ഞ ആക്ടർ, ആ ഒരു ആക്ടർ അഭിനയിച്ച കഥാപാത്രമായിരുന്നു ഡാനിയൽ ലാറുസോ എന്ന് പറഞ്ഞിട്ട്. അത് ആ ഒരു 3 കരാട്ടെ കിഡ് പടങ്ങളിലും ആ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മെയിൻ ആക്ടറാണ് ഇദ്ദേഹം. ഇദ്ദേഹം അതുപോലെ തന്നെ 2010 ഇറങ്ങിയിട്ടുള്ള കരാട്ടെ കിഡിലത്തെ മിസ്റ്റർ ഹാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിച്ച ജാക്കി ചാൻ. ഈ 2 ക്യാരക്ടേഴ്സും ഈ ഒരു മൂവിയിൽ ഒരുമിക്കുകയാണ്. തിരിച്ചു വരുന്ന ഒരു സെറ്റപ്പ് പോലെ ഒരുമിക്കുകയാണ്. ഈ ഒരു മൂവിയിൽ ലിഫോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ചൈനീസ് കുട്ടി ന്യൂയോർക്കിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഒരു ചൈനീസ് കുട്ടി ന്യൂയോർക്കിലേക്ക് വരുന്നതാണ്. അവിടെ വെച്ചൊരു കരാട്ട ചാമ്പ്യൻഷിപ്പിൽ ജോയിൻ ആവുന്നു. തനിക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ ട്രെയിനിങ് വേണമെന്ന് മനസ്സിലാക്കുമ്പോൾ 2 പേരുടെയും അണ്ടറിൽ പഠിക്കുന്ന ഒരു സംഭവമാണ് ഹാന്റെയും അതുപോലെ തന്നെ ഡാനിയൽ ലാറുസോന്റെ അടിയിലും. കരാട്ട കിഡ് ലെജൻഡ്സ് റിലീസ് ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മെയ് 30, 2025 ആണ്. അടുത്തതൊരു കിഡിലൻ ആക്ഷൻ പടമാണ് ബാലറീന. ഈ മൂവി ജോൺ വിക്ക് പടങ്ങളുടെ ഒരു സ്പിൻ ഓഫ് ആണ്. ജോൺ വിക്ക് പടങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ത്രില്ലറും ആക്ഷനും നിറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഈ പടത്തിൽ അനാഡി അർമസ് എന്ന ആക്ട്രസ് ഈവ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. ഒരു ബാലറീന അസാസിൻ ആണ്. തൻ്റെ ഫാദറിന്റെ മരണത്തിന് ഉത്തരവാദിയായ ആൾക്ക് എതിരെ റിവെഞ്ച് എടുക്കുന്നതാണ്. ഈ പടത്തിൽ എന്തായാലും ഓഫ് കോഴ്സ് കിടിലൻ ആയിട്ടുള്ള ഗൺ ഫൈറ്റുകളും ആക്ഷനും പിന്നെ ജോൺ വിക്കിന്റെ ഒരു ക്യാമിയോ ഉണ്ട്. ബാലറീന എന്ന മൂവി റിലീസ് ചെയ്യുന്ന ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂൺ 6, 2025 ആണ്. അടുത്ത മൂവിയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ കുറേ പേർക്ക് ഡൗട്ട് അടിക്കും. ഈ ഒരു പടം മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ഇത് ഇറങ്ങിയിട്ടുള്ളതല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് ആ ഒരു ആനിമേറ്റഡ് മൂവിയുടെ ലൈവ് ആക്ഷൻ റീമേക്ക് ആണ്. 2010 ഇറങ്ങിയിട്ടുള്ള ആ ഒരു പടത്തിന്റെ സെയിം സാധനം തന്നെ അവർ റീമേക്ക് ചെയ്യുകയാണ്. ഇത് ലൈവ് ആക്ഷൻ ആയിരിക്കും. അതായത് ഈ മൂവിയിൽ കൂടുതലും ഹിക്കപ്പ്, ആ ഒരു കഥാപാത്രം, ആ ടൂത്ത്ലെസ് എന്ന് പറഞ്ഞ ഡ്രാഗനെ ക്യാപ്ചർ ചെയ്യുന്നതും പിന്നെ അതിന് ഫ്രണ്ട്സ് ആവുന്നതൊക്കെയാണ്. എന്തായാലും കിടിലൻ മ്യൂസിക് ആണ് ഇതിന്റെ ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അടിപൊളിയായിട്ടുള്ള കഥയാണെന്ന് നമുക്കറിയാം. ഒറിജിനലിനെ പറ്റി പറയേണ്ട ഭയങ്കര ഹിറ്റ് തന്നെയായിരുന്നു അത്. അപ്പോൾ ഇതിൽ ഹിക്കപ്സിന്റെ അച്ഛൻ കഥാപാത്രമായിട്ടുള്ള സ്റ്റോയിക്കിന്റെ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ആക്ടർ ജെറാഡ് ബട്ട്ലർ ആണ്. ആൻഡ് ഒറിജിനലിലും വോയിസ് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൂവിയുടെ റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂൺ 13, 2025 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലിസ്റ്റിലുള്ള അവസാനത്തെ പടത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. 28 ഇയേഴ്സ് ലേറ്റർ, 28 ഡേയ്സ് ലേറ്റർ, അതുപോലെ തന്നെ 28 വീക്സ് ലേറ്റർ. ഈ പടങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടാണ് 28 ഇയേഴ്സ് ലേറ്റർ. ഈ അടുത്തിറങ്ങിയിട്ടുള്ള ക്രേവൻ എന്ന പടത്തിലത്തെ മെയിൻ ആക്ടർ ആയിട്ടുള്ള ആരൺ ടൈലർ ജോൺസൺ ആണ് ഈ ഒരു പടത്തിലുള്ളത്. അതുപോലെ തന്നെ ജോഡി കോമറും റാൽഫ് ഫിയൻസും ഈ പടത്തിൽ അഭിനയിക്കുന്നു. ഈ മൂവിയിൽ കാണിക്കുന്നത് ആ ഒരു സോംബി വൈറസിന്റെ സർവൈവേഴ്സ് ഒരു ഐലൻഡിൽ താമസിക്കുന്നതാണ്, പ്രൊട്ടക്റ്റഡ് ഒക്കെ ആയിട്ട്. പക്ഷെ അതിലുള്ള ഒരു ഗ്രൂപ്പ് തിരിച്ച് മെയിൻ ലാൻഡിലേക്ക് പോകാൻ നോക്കുന്നതാണ്. അവിടെ വെച്ച് അവർ കുറെ സീക്രറ്റ്സ് കണ്ടുപിടിക്കുകയും കുറെ പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളും നേരിടുകയും ചെയ്യുന്നു അവരുടെ ഹോംലാൻഡിന്റെ. ഡാനി ബോയലാണ് ഇതിന്റെ ഡയറക്ടർ. ഈ പടത്തിന്റെ ഒരു റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂൺ 20, 2025 ആണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എന്തായാലും ഇതിനൊരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. കാരണം
ഇഷ്ടം പോലെ പ്രൊജക്ട്സ് ആണ് നമുക്ക് 2025 എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ റിയലി ഗ്രേറ്റ് ഇയർ. കുറേ പ്രൊജക്ട്സ് ഉണ്ട് ആൻഡ് എന്താ പറയുക, എല്ലാം അടിപൊളിയാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. സോ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷസ്. ഈ ഒരു മന്ത് എന്തായാലും അങ്ങനെ തന്നെയായിരിക്കും. ജാനുവരി നമുക്കൊരു പുതിയ വർഷം പോലെ തന്നെയായിരിക്കും. സോ എന്തായാലും ഈ മാസം ഇറങ്ങുന്ന ജാനുവരിയിൽ ഇറങ്ങുന്ന കുറച്ച് പ്രൊജക്ട്സ് ഉണ്ട്. സോണിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. സോ ബി റെഡി ഫോർ ദാറ്റ്. സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. I'll see you guys in the next video. Take care.